ഹായ് ഫ്രണ്ട്സ്, യൂണിറ്റമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടോപ്പായിട്ടാണ്. നമുക്ക് ജീൻസിനും സ്കേർട്ടിനൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് മാച്ച് ചെയ്തിടാം. അപ്പോൾ അതിന് വേണ്ടത് 1 മീറ്റർ തുണിയാണ്. എൻ്റെ വീതി എന്ന് പറയുന്നത് 54 ഇഞ്ചാണ്. എടുത്തിരിക്കുന്ന ഫാബ്രിക് ക്രേപ്പാണ്. നമുക്ക് 60 രൂപേൻ്റെ താഴെ ഈ ഒരു തുണിക്ക് വരണുള്ളൂ. അപ്പോൾ 1 മീറ്റർ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഭംഗിയുള്ളൊരു ടോപ്പ് തയ്ക്കാമെന്നാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു തുണീനെ അതുപോലെ 2ആക്കി മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമുക്ക് എത്ര വീതിയാണ് വേണ്ടത്, അതിപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വിടാം നമുക്ക് തയ്ക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ടോപ്പിന് ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ 23 ഇഞ്ചാണ് ടോട്ടലി ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ 7 ഇഞ്ചാണ് അവിടെ ഷോൾഡർ വരുന്നത്. നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഇനി ഇവിടെ നിന്ന് ആം ഹോള് 7 ഇഞ്ച് അടയാളപ്പെടുത്താണ്. അപ്പം നമുക്കറിയാവുന്ന അളവുകൾ ഇതുപോലെ ആദ്യം മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മൾ ചെറിയൊരു സ്ലീവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആം ഹോൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തുണി മടക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണ് വരണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പോൾ 36 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ ബാക്കി ആ ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത്ര തുണി ബാക്കി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തുണി മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് 20 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ അയക്കണം, 1/2 ഇഞ്ച് നമുക്ക് താഴെ അറ്റാച്ച് ചെയ്യാനും വേണം. അപ്പോൾ അതിന് ഇതുപോലെ 19 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ വണ്ണം നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഇത്തിരി ലൂസായിട്ട് കിടക്കണതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫാബ്രിക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ലൈനിങ് കൊടുക്കണില്ല, അത് ക്രേപ്പ് ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ അവിടുത്തെ ഷേപ്പിൻ്റെ വണ്ണം നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഭയങ്കര വണ്ണമുള്ളവർക്ക് തികയില്ല, കാരണം നമുക്ക് അത്ര വീതിയല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ലാർജ് സൈസ് ഉള്ളവർക്ക് ഈ ഒരു ടോപ്പ് തയ്ക്കാം. ഇനി ഇവിടുത്തെ ആ ഒരു മടങ്ങിയ ഭാഗമുണ്ട്, അതുകൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ബാക്ക് പീസിലത്തെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ യു ഷേപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 20.5 ഇഞ്ചാണ് ടോട്ടൽ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. പ്ലസ് അതിന് ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് ഫ്രില്ലിന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 23 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 23 ഇഞ്ചാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ടോപ്പിൽ കിട്ടുന്ന അളവെന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഷോൾഡർ അയക്കാൻ താഴെ ഇതിനും പോകും. അപ്പോൾ ബാക്കിയാണ് ഞാൻ ഫ്രില്ലായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 25 ഇഞ്ചാണ് ടോപ്പിന് ലെങ്ത്ത് വേണമെങ്കിൽ 20 ഇഞ്ചിൽ നിന്ന് നമുക്ക് ബാക്കി 25 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ഫ്രില്ലായിട്ട് എടുക്കാം. ഇവിടെ 3.5 ഇഞ്ചാണ് എനിക്ക് വേണ്ട ഫ്രില്ല്, പ്ലസ് 1 ഇഞ്ച് കൂട്ടി 4.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു.
അതുപോലെ ഇവിടെ നമുക്ക് വീതി എത്ര വരണേന്ന് നോക്കണം. എന്നുവെച്ചാൽ അത് ഈ ഒരു ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യാൻ എടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു വീതിയിൽ തന്നെ തുണി എടുത്ത് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രില്ലായിട്ട് നമ്മളിവിടെ കൊടുക്കണില്ല, അതിൻ്റെ പകരം ഇതങ്ങനെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. ഫ്രില്ലിനുള്ള തുണി നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. നമുക്ക് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്യണത് കൊണ്ടാണ്. സ്ലീവ്ലെസ് ആണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നല്ല ചെറിയ ചുരുക്കിൽ നമുക്ക് താഴേക്ക് ഫ്രില്ല് കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഞാനിവിടെ പൈപ്പിംഗ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് നെക്കിൻ്റെ അവിടെ നല്ല വശത്തായിട്ട് ഒന്ന് വെച്ച് ആദ്യം ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളവിടെ ഭാഗം കട്ട് ചെയ്തിട്ട് റോങ് സൈഡിലേക്ക് മറിച്ചിടാണ്. എന്നിട്ടിപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ ആ ഒരു ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ മടങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളും ഞാൻ ഇതുപോലെ മടക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി ഈ ഒരു തുണിയാണ് ഇനി ബാക്കി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിന് എടുക്കാം. അപ്പോൾ ഇവിടെ 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ അവിടുത്തെ ടോട്ടൽ ഞാൻ ഒരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി സ്ലീവ് നമുക്കിതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ അത് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇതുപോലെ വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെയും കുറച്ച് ഫ്രില്ലിനുള്ള പീസ് കിട്ടുന്നുണ്ട്, ഒരു 4.5 ഇഞ്ചിൽ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിൻ്റെ താഴെയായിട്ട് കൂടി അറ്റാച്ച് ചെയ്യാൻ കിട്ടും. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ചിൽ നമുക്ക് കിട്ടും. ഇനി ഇതിവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് നമുക്ക് സ്ലീവ് ഫുള്ള് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്കും ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പിനെ നമുക്കിതുപോലെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 21 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇതുപോലെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇവിടെ സ്ലീവിൻ്റെ അവിടുത്തെ വണ്ണം 5.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കൊണ്ടുവരാം. ഇനി സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്തിരുന്നു. ബാക്കിയുള്ള ആ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യണത്. ഇത് നമുക്ക് ടോപ്പിൻ്റെ താഴെയായിട്ട് വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത കുറച്ച് പീസും പിന്നെ ഈ ഒരു പീസും കൂടി ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കിട്ടും. ഇനി ഈ 2 പീസ് ഇതുപോലെ നല്ല വശം ചേർത്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോപ്പിന് ലെങ്ത്ത് കൂട്ടണത്. അപ്പോൾ താഴെ ആ ടോപ്പിന് എത്ര വീതി ഉണ്ട് ആ ഒരു വീതി തന്നെ നമ്മൾ എടുക്കാം. നമുക്ക് ബാക്കി തുണി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രില്ല് ഇട്ടിട്ട് ഇതുപോലെ തയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗം ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചുരുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ആ നൂല് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫ്രില്ലായിട്ടും കൊടുക്കാം, ഇല്ല ഫ്രില്ലില്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് തയ്ച്ചെടുക്കാം. ഈ ഒരു തുണീനെ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രില്ല് വെക്കുകയാണെങ്കിൽ ഇപ്പം ഈ തുണീൻ്റെ ഇപ്പം ഈ ടോപ്പിൻ്റെ താഴത്തുള്ള വീതി ഉണ്ടല്ലോ അതിനേക്കാളും 2 ഇരട്ടിയായിരിക്കണം നമുക്ക് ആ ഫ്രില്ലിനുള്ള തുണി കൂടി കിട്ടേണ്ടത്. അപ്പോൾ അതിനുള്ള ഫ്രില്ല് നമുക്ക് ആ ഒരു മീറ്ററിൽ നിന്ന് തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ നല്ലൊരു ടോപ്പ് തയ്ക്കാൻ കിട്ടുള്ളൂ.
അപ്പോൾ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ചുറ്റും നമ്മൾ ജോയിൻ ചെയ്തു കണ്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ 2 സൈഡും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വേണം ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടൈ പോലെ ഞാൻ കെട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഭംഗിക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ടാസൽസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ റോങ് സൈഡിലായിട്ടിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. 1 മീറ്റർ കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഭംഗിയുള്ളൊരു ടോപ്പ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.